കത്തോലിക്ക സഭയിലെ രോഗശാന്തികൾ എന്നും ഒരു വിവാദ വിഷയം തന്നെയായിരുന്നു. ഇന്നും അതിനൊരു കുറവും വന്നിട്ടില്ല എന്നതാണ് സത്യം. ഇതാ ഇവിടെ വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പറയുന്നുണ്ട്: രോഗസൗഖ്യവും പൈശാചിക ബാധയിൽ നിന്നുള്ള വിടുതലും സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന ഒരു പാഷണ്ഡത നമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് നാം അറിയാതെ പോയ ഒരു യാഥാർത്ഥ്യമാണ്. രോഗശാന്തി വരം നേടിയ അഭിഷിക്തരും ആത്മായരും കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ ദൈവം നൽകിയ ഈ കൃപാവരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇന്നും അന്ധത നിറഞ്ഞ ഈ ലോകത്തിന് വിശ്വസിക്കുവാൻ പറ്റുന്നേ ഇല്ല. അത്രത്തോളം നമ്മുടെ വിശ്വാസം കഠിനമായി പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്തിൽ ഇന്ന് എന്ത് സംഭവിച്ചാലും ഈ മഹനീയ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി ഇതിനെ അവഹേളിക്കത്തക്ക വിധം ചില ക്രിസ്ത്യൻ നാമധാരികൾ പോലും രംഗത്തിറങ്ങുമ്പോൾ വളരെ വേദന തോന്നുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ചരിത്രത്തോളം ഈ മഹനീയ ശുശ്രൂഷയ്ക്ക് പൊന്നിൻ വിലയുണ്ടെന്നത് എത്ര പേർക്കറിയാം? ഇന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ നടക്കുന്ന രോഗശാന്തികളൊക്കെ തട്ടിപ്പെന്ന് പറയുന്നവരോട് നിങ്ങളുടെ വ്യർത്ഥ വാക്കുകൾ നിങ്ങൾക്കെതിരെ തിരിയാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ദൈവം പോലും ക്ഷമിക്കില്ല. ക്രിസ്തീയ പ്രാർത്ഥനകളുടെ ലക്ഷ്യം നിങ്ങൾ കരുതുന്ന പോലെ അത്ഭുതങ്ങളും രോഗശാന്തികളും അല്ല. ദൈവത്തോടുള്ള ഐക്യവും സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണത്. രോഗശാന്തികൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന പല ദാനങ്ങളിൽ ഒന്ന് മാത്രമാണ്. അവ ആത്മീയ അന്തരീക്ഷങ്ങളിൽ കൂടുതൽ സംഭവിക്കുന്നു എന്ന് കരുതി സഭ ഒരിക്കലും അവയെ വൈദ്യശാസ്ത്രത്തിന് പകരം വെച്ചിട്ടുമില്ല. അപ്രകാരം ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നുവെങ്കിൽ സഭ തന്നെയും ഇത്രയും ആശുപത്രികളും രോഗി പരിചരണ കേന്ദ്രങ്ങളും നടത്തുമായിരുന്നു. ഇന്നേ വരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിൻ എന്ന് നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്നുണ്ട്. സ്വന്തം യുക്തി കൊണ്ടും അതിനേക്കാൾ അധികമായി ബുദ്ധിശക്തി കൊണ്ട് സത്യത്തെ കണ്ടെത്തുവാൻ ശ്രമിച്ച അഗസ്റ്റിൻ ദൈവമെന്ന സനാതന സത്യത്തെ കണ്ടെത്തി മഹാനായ വിശുദ്ധനായി തീർന്നു. അദ്ദേഹം തന്റെ കൃതികളിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 5-ാം നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു. കൂദാശകളിലൂടെയും വിശുദ്ധരുടെ മാധ്യസ്ഥം വഴിയായും ക്രിസ്തു പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെ ഉയർത്തി കാണിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. 5-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഈ 2025-ലും സത്യം തന്നെയല്ലേ? ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികൾ ദൈവം നമ്മുടെ ഇടയിൽ ഇന്നും വർഷിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് അവയെല്ലാം വെറും കരിസ്മാറ്റിക്കാരുടെ തട്ടിപ്പ് മാത്രം. ആദിമസഭയിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ ദൈവജനം മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയിരുന്നു. അത്ഭുതങ്ങൾക്കായി ആകാംക്ഷയോടെ അവർ കാത്തിരുന്നു. വിശുദ്ധ പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും ഒന്ന് പതിക്കുന്നതിന് വേണ്ടി രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടത്തിയിരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 5:15. എന്നാൽ ഇന്ന് രോഗശാന്തി വരെ ലഭിച്ച വൈദികരോ അഭിഷിക്തരോ രോഗികളുടെ തലയിൽ ഒന്ന് കൈവച്ചാൽ അതും നമുക്ക് കരിസ്മാറ്റിക്കാരുടെ തട്ടിപ്പ് മാത്രം. ഇങ്ങനെ സകലതിനെയും തട്ടിപ്പായി മാത്രം കാണുന്ന നമ്മളും പലപ്പോഴും ഓരോ ആവശ്യങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ലേ? അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. വിശുദ്ധ മത്തായി 13:58. വിശുദ്ധ അഗസ്റ്റിന്റെ എക്കാലത്തെയും മഹത്തായ കൃതികളിലൊന്നായ ദി സിവിറ്റേറ്റ് ദേ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞ കുറെ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. വെറും അത്ഭുതങ്ങളല്ല, മരിച്ചവർ യേശുനാമത്തിൽ ഉയർത്തെഴുന്നേറ്റ അത്ഭുതങ്ങൾ. യേശു ക്രിസ്തുവിന് ശേഷവും സഭയിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള നിരവധി തെളിവുകളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ഈ മഹനീയ ചരിത്ര ഗ്രന്ഥം. അവിഡ്രസിനടുത്ത് കാസ്പലിയാന എന്ന എസ്റ്റേറ്റിൽ താമസിച്ച ഒരു യുവതിയായ കന്യക രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. മാതാപിതാക്കൾ അവളുടെ ഒരു വസ്ത്രവുമായി അവിഡ്രസിലുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിലേക്ക് പോയി. ആ സമയം ആ യുവതി മരണമടഞ്ഞു. മാതാപിതാക്കൾ അവളുടെ വസ്ത്രം വിശുദ്ധന്റെ തിരുശേഷിപ്പിൽ സ്പർശിച്ച ശേഷം തിരിച്ചു വന്നു. തിരിച്ചെത്തിയപ്പോൾ യുവതി മരിച്ചു കഴിഞ്ഞതായി അവർ കണ്ടു. ഉടനെ തന്നെ അവളുടെ മാതാപിതാക്കൾ പ്രാർത്ഥനയോടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പിൽ സ്പർശിച്ചു. കൊണ്ടുവന്ന തുണി അവളുടെ മൃതശരീരത്തിന് മുകളിൽ വിരിച്ചു. ആ നിമിഷം തന്നെ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഈ ഗ്രന്ഥത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു സംഭവം അദ്ദേഹം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. വിശുദ്ധ അഗസ്റ്റിന്റെ നഗരമായ ഹിപ്പോയിൽ താമസിച്ചിരുന്ന ബാസസ് എന്ന പേരുള്ള ഒരു സിറിയക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ രോഗബാധിതയായി. ബാസസ് തന്റെ മകളുടെ മേലങ്കിയും എടുത്തുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ദേവാലയത്തിൽ പോയി തിരുശേഷിപ്പിൽ സ്പർശിച്ചു. അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിചാരകർ മകൾ മരിച്ചുപോയ വിവരം ബാസസിനെ അറിയിക്കുവാനായി ദേവാലയത്തിലെത്തി. എന്നാൽ ബാസസിന്റെ സുഹൃത്തുക്കൾ മരണവിവരം അവനെ അറിയിക്കുന്നതിൽ നിന്നും പരിചാരകരെ വിലക്കി.
മരണവിവരം അറിയാതിരുന്ന ആ പിതാവ് വീട്ടിലെത്തിയപ്പോൾ തന്റെ മകളുടെ മൃതസംസ്കാരത്തിനെത്തിയ ആളുകളെ കൊണ്ട് തന്റെ ഭവനം നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. അദ്ദേഹം അതീവ ദുഃഖത്തോടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരിശേഷിപ്പിൽ സ്പർശിച്ച മേലങ്കി അവളുടെ ശവശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തൽക്ഷണം അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടി. വിശുദ്ധ അഗസ്റ്റിൻ ദി സിവിറ്റേറ്റ് ദേ എന്ന തന്റെ 12ാമത്തെ ഗ്രന്ഥത്തിൽ 8ാം അധ്യായത്തിലാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുക. പുരാതന ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് സഭയിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളൂ എന്നും കത്തോലിക്ക സഭയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ വ്യാജമാണെന്ന് കരുതുന്ന ഒരു ജനവിഭാഗം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിലനിന്നിരുന്നു. എന്നാൽ സഭയുടെ ആദ്യ ദിനങ്ങളിൽ മാത്രമല്ല, തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും അന്നു മുതൽ ഇന്നോളം മരിച്ചവരെ ഉയർന്നെഴുന്നേൽപ്പിക്കുന്നവർ ഉൾപ്പെടെ ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. സുവിശേഷകനായ വിശുദ്ധ യോഹന്നാന് മരിച്ചയാളെ ഉയർത്തെഴുന്നേൽപ്പിച്ച അവസാനത്തെ അത്ഭുതം ചെയ്ത അപ്പസ്തോലൻ വേദപുസ്തകത്തിന്റെ വിവരണത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ മരിച്ച ഒരാളിന് ജീവൻ നൽകിയെന്ന് ഗ്രീക്ക് പുരോഹിതനായ അപ്പോളോണിയസ് അവകാശപ്പെടുന്നുണ്ട്. സ്മിർനായിലെ മെത്രാനായിരുന്ന വിശുദ്ധ പോളികാർപ്പ് എന്ന ഒരു ക്രിസ്തനായ ശിഷ്യൻ മരണം 156 സുവിശേഷകന വിശുദ്ധ യോഹന്നാൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ പോളികാർപ്പിന് മഹാനായ വിശുദ്ധ ഐറേനിയസ് എന്ന ഒരു വിശിഷ്ടനായ ശിഷ്യനും ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ലിയോണിയിലെ മെത്രാനായി തീർന്നു. ആദിമ സഭാവിഭാഗങ്ങൾ നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറുമെല്ലാം നന്നായി അറിഞ്ഞിരുന്ന ആളായിരുന്നു ഐറേനിയോസ്. സഭയുടെ പേര് കേട്ട ദൈവശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ പാഷണ്ഡത വിരുദ്ധം എന്ന പേരിൽ ഒരു പുസ്തകം 5 വാല്യങ്ങളിലായി അദ്ദേഹം രചിച്ചിരുന്നു. ഈ ഗ്രന്ഥത്തിൽ ഐറേനിയോസ് പറയുന്നത് ഇങ്ങനെയാണ്: മരിച്ചുപോയ ഏതാനും ആളുകളെ ദൈവനാമത്തിൽ പുനർജീവിപ്പിച്ചിട്ടുണ്ട്. ഇവരാകട്ടെ ഞങ്ങളുടെ ഇടയിൽ തുടർന്ന് വളരെ വർഷങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഓരോ ഉയർപ്പിക്കലിനെയും ഒരു സാധാരണ സംഭവം എന്ന മട്ടിലാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കാത്ത വിധം യാഥാർത്ഥ്യബോധത്തോടെയാണ് ക്രിസ്ത്യാനികൾ ഈ സംഭവത്തെ ഉൾക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഐറേനിയസ് മനസ്സിലാക്കിയത്. അദ്ദേഹം തുടർന്ന് എഴുതി: ലോകമെമ്പാടും അനുദിനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സഭ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അത്ഭുത പ്രവൃത്തികളെ എടുത്തു കാണിക്കാനും നമുക്ക് സാധിക്കില്ല. അക്കാലത്തെ പ്രസിദ്ധ മാന്ത്രികനായ സൈമൺ മാഗസിനും അവന്റെ ശിഷ്യന്മാർക്കും ഒരു യഥാർത്ഥ അത്ഭുതം കാണിക്കാൻ കഴിയാത്തതിനെ കുറിച്ച് ഐറേനിയസ് പറയുന്നതിന് പ്രകാരമാണ്: നമ്മുടെ ദൈവം ഉയർപ്പിച്ചതുപോലെയോ പ്രാർത്ഥനയുടെ ശക്തിയാൽ അപ്പസ്തലന്മാർ ചെയ്തതുപോലെയോ ഉപവാസത്താലും പ്രാർത്ഥനയാലും സഭ ലോകത്താകമാനം ചെയ്യുന്നത് പോലെയോ മരിച്ചവന്റെ ആത്മാവിനെ തിരികെ കൊണ്ടുവരുവാനും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ തുടർന്നും പങ്കുചേരുവാനുള്ള കഴിവ് ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിയറും മറ്റ് പലരും തങ്ങളുടെ കാലത്ത് നടന്നിരുന്ന എല്ലാ അത്ഭുതങ്ങളെ പറ്റിയും പൊതുവെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഐറേനിയസിന്റെ സാക്ഷ്യങ്ങളാണ് എടുത്തു പറയേണ്ടതായുള്ളത്. ആദിമ പണ്ഡിത ശ്രേഷ്ഠരായ വിശുദ്ധരാൽ പുകഴ്ത്തപ്പെട്ട ഐറേനിയോസ് ദേവാരാധനക്കാരുടെ വിശ്വാസ തത്വങ്ങളിലും കെട്ടുകഥകളിലും ആഴത്തിൽ പഠനം നടത്തിയ ആളെന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അവരുമായി ബന്ധപ്പെട്ട പാഷണ്ഡതകളെ എതിർക്കുന്നതിലും അദ്ദേഹം സമർത്ഥനായിരുന്നു. ചരിത്രരേഖകളിൽ വിശദമായി എഴുതി ചേർക്കപ്പെട്ടിട്ടില്ലെങ്കിലും മരിച്ചവരായ ധാരാളം ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ശ്ലാഘനീയമാണ്. ഇത്തരത്തിലുള്ള വിശുദ്ധ ഐറേനിയസിന്റെ ഗ്രന്ഥങ്ങളെ വിജാതിർ പോലും വെല്ലുവിളിച്ചിട്ടില്ല. കഴിഞ്ഞ ശതകത്തിലെ ഉന്നത പണ്ഡിതനും വിശുദ്ധനുമായ ജോൺ ഹെൻറി കർദിനാൾ ന്യൂമാൻ മരിച്ചവരെ ഉയർപ്പിച്ചവരെ പറ്റിയുള്ള പാപ്പിയാസിന്റെയും ഐറേനിയസിന്റെയും സാക്ഷ്യങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട്. വിശുദ്ധ ജസ്റ്റിൻ മാർട്ടിയർക്ക് ശേഷം ജീവിച്ചിരുന്ന പുരാതന എഴുത്തുകാരായ ഒറിജിൻ, ടെറ്റലിയൻ, വിശുദ്ധ സിപ്രിയൻ എന്നിവരുടെ പുസ്തകങ്ങളിലും അത്ഭുത രോഗശാന്തികളെ പറ്റിയും ഭൂതപ്രേത പിശാചുകളെ പുറത്താക്കുന്നതിനെ പറ്റിയും പ്രതിപാദിക്കുന്നുണ്ടെന്ന് ന്യൂമാൻ വ്യക്തമാക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനുള്ള ശക്തിയുടെ സ്രോതസ് ആദിമസഭയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മറ്റ് അതിശയങ്ങളെയും ഇവർ എടുത്തു കാണിച്ചിട്ടുണ്ടെന്ന് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ശക്തി 2ാം നൂറ്റാണ്ടിലെയോ 3ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളുടെ അവസാനിക്കുമെന്ന് പറയുന്നില്ലതാനും. വിശുദ്ധ നസിയൻസിലെ ഗ്രിഹറി കിഴക്കൻ സഭയിലെ പ്രധാന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു. AD 379 കോൺസ്റ്റാന്റിനോപ്പോളിലെ മെത്രാനായി അദ്ദേഹം വാഴിക്കപ്പെട്ടു. എന്നാൽ സഭയെ സംബന്ധിച്ച് ദുരിതങ്ങളുടെ കാലമായിരുന്നു അത്. 40 വർഷത്തോളം സഭ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം ക്രിസ്തുവിന്റെ അസ്തിത്വം നിഷേധിച്ചിരുന്ന ആര്യന്മാരായിരുന്നു ആ പ്രദേശം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അക്കാലത്ത് റോമൻ ചക്രവർത്തിയുടെ കിഴക്കിന്റെ ആസ്ഥാനവുമായിരുന്ന ഒരു വൻ നഗരവും തന്റെ ഭരണപ്രദേശമായ പട്ടണത്തിൽ വരെ വിശുദ്ധ ഗ്രിഗറി എത്തിയെങ്കിലും ആര്യന്മാർ പിടിച്ചടക്കി വെച്ചിരുന്ന കോൺസ്റ്റാന്റിനെ പോലെ ഒരു പള്ളി പോലും തിരികെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആയതിനാൽ വിശ്വാസികളായ കത്തോലിക്കരെ എല്ലാം തന്റെ ബന്ധുക്കളുടെ ഉടമസ്ഥയിലുള്ള ഒരു കൊട്ടാരത്തിൽ അദ്ദേഹം വിളിച്ചുകൂട്ടി. അതൊരു ചെറിയ പള്ളിയാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് ഗ്രിഗറി ചെയ്തത്. ഇവിടെയാണ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ വേദപഠന പ്രസംഗങ്ങൾ നടത്തിയതും. ഈ സ്ഥലത്തിന് ഗ്രിഗറി അനസ്റ്റാസിസ് എന്ന പേര് നൽകി. പുനരുദ്ധാനം എന്നർത്ഥമുള്ള അനസ്താസിയ എന്ന വാക്കിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രതീകം എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. പാഷണ്ഡതയുടെ ശവകുടീരത്തിൽ നിന്നും ഉയർന്നെഴുന്നേറ്റപ്പോഴുള്ള അവസ്ഥ എന്ന് മറ്റൊരു രീതിയിൽ പറയാം.
വിശുദ്ധരോടുള്ള പ്രാർത്ഥനയാൽ ലഭ്യമായ അത്ഭുതങ്ങൾ എന്ന വിശുദ്ധ ഐറേനിയസിന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാൽ എന്തും സാധ്യമെന്നാണ്. കൊട്ടാരം പള്ളിയുടെ മട്ടിപ്പാവിൽ നിന്നും വീട് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ അതിശയകരമായി പുനർജീവിച്ച അത്ഭുതം സഭാചരിത്രകാരനായ സൊസോമൻ വിവരിക്കുന്നുണ്ട്. ഈ സംഭവത്തിനുള്ള കൃതജ്ഞതാ വന്ദനം ആ സ്ത്രീ നൽകിയത് ശുശ്രൂഷകനും മെത്രാനുമായിരുന്ന വിശുദ്ധ ഗിരിഹിരിക്കല്ല നൽകിയത്, മറിച്ച് പ്രാർത്ഥനകളാൽ അവർക്ക് പുനർജീവനം നൽകിയത് ഇടവക ജനങ്ങളുടെ വിശ്വാസത്തിനാണ്. നാസിയാൻസയിലെ വിശുദ്ധ ഗ്രിഗറിയുടെ സുഹൃത്തും വിശുദ്ധ ബേസിലെ ഇളയ സഹോദരമായ നിസായിലെ വിശുദ്ധ ഗ്രിഗറി അത്ഭുതങ്ങളെ പറ്റി അർത്ഥവത്തായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 3 പേരിൽ നിസായിലെ ഗ്രിഗറി ആയിരുന്നു തത്വചിന്തകൻ. തന്റെ സഹോദരിയായ വിശുദ്ധ മത്രീന മരിച്ചപ്പോൾ അവരുടെ വിശുദ്ധ ജീവിതത്തെ പറ്റി ഗ്രിഗറി എഴുതുകയുണ്ടായി. പോണ്ടസ്റ്റിലെ പട്ടാള മേധാവിയുടെ മകളായ ഒരു അന്ധയായ പെൺകുട്ടി കാഴ്ച പ്രാപിച്ചതും മറ്റനേകം അതിശയ രോഗശാന്തികളെ പറ്റിയും ഈ വിശുദ്ധൻ വിവരിക്കുന്നുണ്ട്. തന്റെ സഹോദരിയുമായി ബന്ധപ്പെട്ട നിരവധി അതിശയ സംഭവങ്ങൾ ഗ്രിഗറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷാമകാലത്ത് ദാനം ചെയ്യാതിരുന്നതിനെ തുടർന്നുണ്ടായ സംഭവകഥ, ഭൂതോച്ചാടന സംഭവങ്ങൾ, ഭാവി സംഭവങ്ങളുടെ പ്രവചനം എന്നീ അത്ഭുത പ്രവൃത്തികളെല്ലാം അവളുടെ സന്തത സഹചാരികൾക്ക് സുപരിചിതമായിരുന്നു. എന്നാൽ വിവേകിയും വിശുദ്ധനുമായിരുന്ന അവളുടെ സഹോദരനായ ഗ്രിഗറി ഇവളുടെ മഹാത്ഭുതങ്ങളെ പറ്റി എഴുതാൻ മടിച്ചിരുന്നു. അതേപ്പറ്റി അദ്ദേഹം ഇപ്രകാരം എഴുതി: അവളുടെ കൂടെ ജീവിച്ച അവളുടെ ജീവിതം കൃത്യമായി അറിയാവുന്നവർ പറയാവുന്ന കാര്യങ്ങൾ അതേപടി എന്റെ പുസ്തകത്തിൽ ചേർക്കുന്നത് ബുദ്ധിപരമായിരിക്കില്ല. കാരണം കേൾവിക്കാർ ഓരോന്നും വിശ്വസിക്കുന്നത് അവരവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അവരുടെ അനുഭവത്തിന് അതീതമായിരിക്കുന്ന കാര്യങ്ങൾ അവർ സംശയത്തോടെ വീക്ഷിച്ച് കള്ളക്കഥകളായി പുച്ഛിച്ച് തള്ളുകയേ എന്ന്. വിശുദ്ധ ഗിരിഹരിയുടെ ഈ ചിന്ത ആധുനിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രോഗസൗഖ്യം പൈശാചികബാധയിൽ നിന്നുള്ള വിടുതലും സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചാൽ മാത്രമേ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുള്ളൂ എന്നൊരു പാഷണത നമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാം അറിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്.